സോ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കൺഫേംഡായി. ആ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള ബയോ കെമിക്കൽ എവിഡൻസിൽ നിന്നും ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കൺഫേംഡായി. ബട്ട് എല്ലാ ബയോളജിസ്റ്റും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു ഡൗട്ടുമില്ലാതെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. കുറച്ച് ബയോളജിസ്റ്റിന് സ്റ്റിൽ ജനറ്റിക് മെറ്റീരിയൽ DNA തന്നെയാണോ അതോ പ്രോട്ടീനാണോ വീണ്ടും ഡൗട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ DNA തന്നെയാണ്, ദ ജനറ്റിക് മെറ്റീരിയൽ ഇസ് DNA എന്ന് ഒരു എതിരഭിപ്രായമില്ലാതെ ഒരു ഡൗട്ടുമില്ലാതെ ഉള്ളൊരു പ്രൂഫ് കൊടുത്തത് ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് എന്ന് രണ്ടുപേരാണ്. അത് 1952 ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള തിരിച്ചൊരു ഡൗട്ടുമില്ലാത്ത ഒരു പ്രൂഫ് കൊടുത്തത്. ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് അവരത് ചെയ്തത്. സോ എക്സ്പെരിമെൻറ്റിലൂടെ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് എല്ലാ ബയോളജിസ്റ്റും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൂഫാണ് കൊണ്ടുവന്നത്. അതിനുവേണ്ടി അവർ വർക്ക് ചെയ്തത് ബാക്ടീരിയോഫേജിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ, അല്ലെങ്കിൽ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിവുള്ള വൈറസുകളെ അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. സോ ഇവർ നടത്തിയ എക്സ്പെരിമെൻറ്റ് ബാക്ടീരിയോഫേജിലായിരുന്നു. സോ ആ ബാക്ടീരിയോഫേജിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, ബാക്ടീരിയോഫേജ് എപ്പോഴെങ്കിലും ഒരു ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, സോ നമ്മളിവിടെ പറയുന്ന ബാക്ടീരിയോഫേജ് ഫോർ എക്സാമ്പിൾ T2 ആണ്. T2 ഫേജാണ് ഇവിടെ പറയുന്ന ബാക്ടീരിയോഫേജ് എക്സാമ്പിൾ. ആ T2 ഫേജ് ഈക്കോളെ എന്ന് പറഞ്ഞ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഈ ബാക്ടീരിയോഫേജ് നോർമലി ഒരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ബാക്ടീരിയോഫേജിലുള്ള ജനറ്റിക് മെറ്റീരിയൽ, സോ ഫസ്റ്റ് ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ബാക്ടീരിയോഫേജിലുള്ള ജനറ്റിക് മെറ്റീരിയൽ അത് ഈ ബാക്ടീരിയൽ സെല്ലിലേക്ക് അത് ഇൻസെർട്ടഡ് ആണ്, ഇൻഫെക്റ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ബാക്ടീരിയോഫേജ് അറ്റാച്ചസ് ദ ബാക്ടീരിയ. സെക്കൻഡ് എന്ത് ചെയ്യുന്നു, ബാക്ടീരിയോഫേജ് അതിലുള്ള ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയ സെല്ലിലേക്ക് എൻ്റർ ചെയ്യിക്കുന്നു. മൂന്നാമതായിട്ട് ഈ ബാക്ടീരിയൽ സെല്ലിലാണ് ഇപ്പോൾ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. സോ ബാക്ടീരിയൽ സെല്ല് എന്ത് ചെയ്യും, അത് ഈ ബാക്ടീരിയോഫേജ് കൊണ്ടുവന്ന ജനറ്റിക് മെറ്റീരിയലിനെ അതിൻ്റെ സ്വന്തം ജനറ്റിക് മെറ്റീരിയലാണെന്നുള്ള ധാരണയിൽ അത് ബാക്ടീരിയ സെല്ല് അത് റെപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ബാക്ടീരിയോഫേജ് കൊണ്ടുവന്ന് തന്ന ആ ജനറ്റിക് മെറ്റീരിയലിനെയും റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, കോപ്പി ഉണ്ടാക്കുന്നു. സോ ബാക്ടീരിയൽ സെൽ ട്രീറ്റ്സ് ദ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ, അതായത് ബാക്ടീരിയോഫേജ് ഒരു വൈറസ് ആണല്ലോ. സോ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയ സെൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ആസ് ഇറ്റ്സ് ഓൺ, സ്വന്തം ആ ജനറ്റിക് മെറ്റീരിയലായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് സബ്സിക്വൻ്റ്ലി ഒരുപാട് വൈറസ് പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു. ഒരുപാട് വൈറൽ പാർട്ടിക്കിൾസ് അങ്ങനെ ഉണ്ടാവുന്നു. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെല്ല് ഈ ഫേജ് പാർട്ടിക്കിൾസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ സ്വന്തമായി ആക്സെപ്റ്റ് ചെയ്ത് മോർ ആൻഡ് മോർ വൈറൽ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഹെർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻറ്റ് ഇതായിരുന്നു, ടു ഡിസ്കവർ വെദർ എന്താണ് DNA ആണോ പ്രോട്ടീൻ ആണോ ഫ്രം ദ വൈറസ് ദാറ്റ് എൻറ്റേർഡ് ദ ബാക്ടീരിയ. ബാക്ടീരിയോഫേജിൽ നിന്ന് ബാക്ടീരിയോഫേജിൻ്റെ DNA ആണോ അതോ ഈ പറഞ്ഞ പ്രോട്ടീൻ ആണോ ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്ത്. ആ ബാക്ടീരിയോഫേജിൻ്റെ അല്ലെങ്കിൽ വൈറൽ പാർട്ടിക്കിളിൻ്റെ പ്രോട്ടീൻ ആണോ എൻ്റർ ചെയ്തത് അതോ DNA ആണോ എവിടേക്ക് എൻ്റർ ചെയ്തത്, ബാക്ടീരിയയിൽ. അതാണ് നമ്മുടെ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ DNA ആണോ പ്രോട്ടീൻ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി ഹെർഷി ആൻഡ് ചേസ് ഈ പറഞ്ഞ വൈറസുകളെ, കുറച്ച് വൈറസുകൾ, നമ്മൾ ഈ ബാക്ടീരിയോഫേജ് വൈറസുകളെ ഒരു പെർട്ടിക്കുലർ മീഡിയയിൽ ഗ്രോ ചെയ്തു. സോ അതിനുവേണ്ടി ഹെർഷി ആൻഡ് ചേസ് ഗ്രൂ സം വൈറസസ് ഓൺ മീഡിയം. വൈറസുകളെ രണ്ട് പെർട്ടിക്കുലർ മീഡിയത്തിൽ വളർത്തി. ഈ ബാക്ടീരിയോഫേജ് വൈറസുകൾ എന്ത് ചെയ്തു, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്, കുറച്ച് ബാക്ടീരിയോഫേജുകളെ വൈറസുകളെ എന്ത് ചെയ്തു, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ ഗ്രൂ ചെയ്തു, വളർത്തി. അതുപോലെ കുറച്ച് ബാക്ടീരിയോഫേജ് വൈറസുകളെ എന്ത് ചെയ്തു, റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള മീഡിയത്തിൽ ഗ്രൂ ചെയ്തു. സോ ഈ ബാക്ടീരിയോഫേജ് വൈറസുകളെ കുറച്ച് പേരെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിലും കുറച്ച് വൈറസുകളെ റേഡിയോ ആക്റ്റീവ് സൾഫറിലും വളരാൻ അനുവദിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ
ഈ പറഞ്ഞ മീഡിയത്തിൽ കുറച്ച് പേര് ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിലും കുറച്ച് വൈറസുകൾ റേഡിയോ ആക്റ്റീവ് സൾഫറിലാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ വൈറൽ പാർട്ടിക്കിൾസിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിലുള്ള ബാക്ടീരിയോഫേജുകൾക്കൊക്കെ എന്തുണ്ടായി? റേഡിയോ ആക്റ്റീവ് DNA മാറി. സോ ഫോസ്ഫറസ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ വളർത്തിയ ആ ബാക്ടീരിയോഫേജുകളെല്ലാം എന്തായി മാറി? ആ ബാക്ടീരിയോഫേജിനെല്ലാം റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജുകളായിട്ട് മാറി. ബിക്കോസ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റാണ്. അപ്പോൾ അതിന് ആ മീഡിയത്തിൽ നിന്ന് ഫോസ്ഫറസ് കിട്ടിയപ്പോൾ അത് ന്യൂക്ലിയോടൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ച് അതിൻ്റെ DNAയുടെ ഒരു ഭാഗമാക്കി മാറ്റി. സോ ഈ ബാക്ടീരിയോഫേജ് വൈറസുകൾക്കെല്ലാം ഇപ്പോൾ ഈ ഫോസ്ഫറസ് മീഡിയയിൽ വളർന്ന ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസിനെല്ലാം അല്ലെങ്കിൽ ബാക്ടീരിയോഫേജിനെല്ലാം ഇപ്പോൾ എന്താണ്? റേഡിയോ ആക്റ്റീവ് DNA ആണ്. സോ റേഡിയോ ആക്ടിവിറ്റി അവർക്ക് കിട്ടി. സോ അവരുടെ DNAക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടി. അതിന് കാരണം ഫോസ്ഫറസ് ഉള്ള മീഡിയയിലാണ് വളർത്തിയത്. ഫോസ്ഫറസ് DNAയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ്. നമ്മൾ കാര്യം ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്വേർഡ്. സോ ആ ഫോസ്ഫേറ്റിനെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് DNAയുടെ ഒരു ഭാഗമാക്കി മാറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ആ ഫോസ്ഫറസിൽ വളർന്ന ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസ് അല്ലെ ബാക്ടീരിയോഫേജ് എല്ലാം എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവ് DNA ആയിട്ട് മാറി. പക്ഷേ ഒരിക്കലും റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനായിട്ട് മാറിയില്ല. ബിക്കോസ് പ്രോട്ടീനിൽ ഈ പറഞ്ഞ ഫോസ്ഫറസിന് വേറെ റോളൊന്നുമില്ല. ഇനി നമ്മൾ പറഞ്ഞു കുറച്ച് ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഏത് മീഡിയയിലിട്ട് വളർത്തി? സൾഫർ. റേഡിയോ ആക്റ്റീവ് സൾഫറിലാണ് വളർത്തിയെന്ന് പറഞ്ഞു. സോ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസൊക്കെ എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനായിട്ട് മാറി. സോ ഈ ബാക്ടീരിയോഫേജ് റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസ് എല്ലാം എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനായിട്ട് മാറി. പക്ഷേ റേഡിയോ ആക്റ്റീവ് DNA ആയിട്ട് മാറിയില്ല. സോ ആ വളർന്ന ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ പ്രോട്ടീനിൽ എന്തുണ്ട് കിട്ടി? റേഡിയോ ആക്ടിവിറ്റി കിട്ടി. അവരുടെ പ്രോട്ടീൻ ഷീത്തിൽ ആ വൈറൽ പാർട്ടിക്കിൾസിൻ്റെ പ്രോട്ടീൻ ഷീത്തിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടി. കാരണം ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് സൾഫർ എന്ന് പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആ സൾഫർ ഒരു അമിനോ ആസിഡിൻ്റെ എസ്പെഷ്യലി നമ്മുടെ സിസ്റ്റീൻ മെത്തിയോണൈൻ പോലെയുള്ള സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡുകളുടെ ഭാഗമായി. സോ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്തു. സിസ്റ്റീൻ ആൻഡ് മെത്തിയോണൈൻ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡാണ്. സോ അവരുടെ പ്രോട്ടീൻ ഷീത്ത്ക്ക് വേണ്ടി ഇൻകോപ്പറേറ്റ് ചെയ്ത് ഈ സൾഫറിനെ യൂട്ടിലൈസ് ചെയ്ത് സോ ബാക്ടീരിയയുടെ ഈ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ ഷീത്തിലൊക്കെ എന്ത് കിട്ടി? റേഡിയോ ആക്ടിവിറ്റി കിട്ടി. സോ ആ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീനൊക്കെ എന്തായിട്ട്? റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനായിട്ട് മാറി. പക്ഷെ ഒരിക്കലും റേഡിയോ ആക്റ്റീവ് DNA ആയിട്ട് മാറില്ല. ബിക്കോസ് അവിടെ DNAക്ക് ഈ സൾഫറുമായിട്ടൊരു റോളുമില്ല. സോ ഈ ബാക്ടീരിയോഫേജിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിലും റേഡിയോ ആക്റ്റീവ് സൾഫറിലും വളർത്തിയപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയ ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസ് എല്ലാം റേഡിയോ ആക്റ്റീവ് DNA ആയിട്ട് മാറുകയും അതുപോലെ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ബാക്ടീരിയോഫേജുകളെല്ലാം എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ ഷീറ്റിലൊക്കെ റേഡിയോ ആക്ടിവിറ്റി കിട്ടുകയും ചെയ്തു. സോ ഈ പറഞ്ഞ ഇപ്പോൾ 2 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ബാക്ടീരിയോഫേജ് പാർട്ടിക്കിൾസ് ഇപ്പോൾ ഉണ്ട്. സോ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 ലേബിൾഡ് DNA, അതായത് റേഡിയോ ആക്റ്റീവ് DNA എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു? ഫോസ്ഫറസിൽ വളർത്തിയതുകൊണ്ട് ആ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 ലേബിൾഡ്. അതുപോലെ റേഡിയോ ആക്റ്റീവ് സൾഫർ 35 ലേബിൾഡ് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ ഈ സൾഫർ 35 റേഡിയോ ആക്റ്റീവ്. സോ അങ്ങനെ 2 ടൈപ്പ് ബാക്ടീരിയോഫേജാണ് ഇപ്പോൾ ഹെർഷിയൻ ചേസ് ഈ 2 മീഡിയത്തിൽ വളർത്തിയപ്പോൾ 2 ടൈപ്പ് ബാക്ടീരിയോഫേജ്. ഒരു ബാക്ടീരിയോഫേജ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 ലേബിൾഡ് DNA, ഒരു ബാക്ടീരിയോഫേജ് റേഡിയോ ആക്റ്റീവ് സൾഫർ 35 ലേബിൾഡ് പ്രോട്ടീൻ. ഇവർ 2 പേരെയും എന്ത് ചെയ്തു? പുതിയതായിട്ട് ഈ കൊള എന്ന് പറഞ്ഞ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചു. സോ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 ലേബിൾഡ് DNA ആയിട്ടുള്ള ബാക്ടീരിയോഫേജിനെയും അതുപോലെ റേഡിയോ ആക്റ്റീവ് സൾഫർ 35 ലേബിൾഡ് പ്രോട്ടീൻ ആയിട്ടുള്ള ബാക്ടീരിയോഫേജിനെയും എന്ത് ചെയ്തു? ഈക്കോളൈ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് അവർ അനുവദിച്ചു. സോ ഈ 2 റേഡിയോ ആക്റ്റീവ്, ഒന്ന് റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജ്, പിന്നൊന്ന് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഷീത്തിലുള്ള റേഡിയോ ആക്ടിവിറ്റി പ്രോട്ടീൻ ഷീത്തിലുള്ള ബാക്ടീരിയോഫേജ്. ഇവർ 2 പേരും ഇൻഡിവിജ്വലായിട്ട് ഈക്കോളൈ ബാക്ടീരിയനെ എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് അവർ
അനുവദിച്ചു. സോ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഈ ബാക്ടീരിയോഫേജുകളെ ഈക്കോളെ ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. സോ ബാക്ടീരിയോഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് DNA, അതുപോലെ ബാക്ടീരിയോഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ. ഇപ്പം നമ്മുടെ കയ്യിൽ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജും റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ എബിലിറ്റി ഉള്ള ബാക്ടീരിയോഫേജും ഉണ്ട്. അത് രണ്ടിനെയും ഈക്കോളായി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ അനുവദിക്കുന്നു. സോ നോർമലി നമ്മൾ പറഞ്ഞു ഒരു ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു. സോ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറസ് പാർട്ടിക്കിൾസാണ്, ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് പാർട്ടിക്കിളുകളെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. സോ ബാക്ടീരിയോഫേജ് ബാക്ടീരിയ ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ 3 മെയിൻ പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ലാൻഡിങ്. സോ ഈ ബാക്ടീരിയോഫേജിലുള്ള നമ്മൾ പറഞ്ഞ ഹെഡ് ടെയിൽ പോർഷനിൽ ആ ടെയിൽ പോർഷനാണ് അത് ഈ ബാക്ടീരിയ സർഫസിൻ്റെ അവിടെ ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ടെയില് അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നു, ആ ബാക്ടീരിയ സെല്ലിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നു. സോ ലാൻഡിങ്, ദെൻ പിന്നിങ്, അതവിടെ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ ബാക്ടീരിയ സെല്ലിന് മേലെ ലാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടെയിൽ പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. നെക്സ്റ്റ് ആ ബാക്ടീരിയോഫേജിലുള്ള എന്താണോ ജനറ്റിക് മെറ്റീരിയൽ അത് ബാക്ടീരിയ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഇതാണ് 3 മെയിൻ പ്രോസസ്സ് ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ. സോ ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നു, ദെൻ പിന്നിങ് ടൈറ്റായിട്ട് നിർത്തുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അതിൻ്റെ ബാക്ടീരിയ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, പെനിട്രേഷൻ. സോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫൈനലി എന്ത് സംഭവിക്കുന്നു? ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. സോ ബാക്ടീരിയ ഗെറ്റ് ഇൻഫെക്റ്റഡ്. സോ ഇപ്പോൾ ആ ബാക്ടീരിയ ആ വൈറൽ പാർട്ടിക്കിൾസ് വഴി ഇൻഫെക്റ്റഡ് ആണ്. സോ എന്താണ് സംഭവിക്കുക? ഇൻഫെക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയോഫേജിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫേർഡ് ഫ്രം ബാക്ടീരിയോഫേജ് ടു ബാക്ടീരിയ. സോ ബാക്ടീരിയോഫേജിലുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്താണോ അത് ഇപ്പോൾ നമ്മുടെ ബാക്ടീരിയയിലേക്ക് ഇൻസെർട്ടഡായി പെനിട്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ബാക്ടീരിയ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആണ്. സോ അങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജും റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനുള്ള ബാക്ടീരിയോഫേജും നമ്മൾ നേരത്തെ വളർത്തിയ മീഡിയയിലിട്ട ഈ റേഡിയോ ആക്ടിവിറ്റി ലഭിച്ച ബാക്ടീരിയോഫേജുകൾ ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ലാൻഡിങ്, പിന്നിങ്, പെനിട്രേഷൻ വഴി നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. സോ ഈക്കോളൈ സെൽസ് ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആണ്. ഈക്കോളൈ സെൽസ് ആർ ഇൻഫെക്റ്റഡ്. സോ ഈക്കോളൈ സെൽസ് ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആണ്. ഈ ഇൻഫെക്ഷൻ കഴിഞ്ഞ് ആ ഇൻഫെക്ഷനുള്ള ഈക്കോളൈ ബാക്ടീരിയ തിന്ന് നമ്മൾ അപ്പോൾ അത് കൾച്ചറാണ്. ഈക്കോളൈയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ റേഡിയോ ആക്റ്റീവ് DNA ആയ ബാക്ടീരിയോഫേജും റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനായ ബാക്ടീരിയോഫേജും രണ്ട് ഈക്കോളൈ സെല്ലുകളിൽ അവർ ഇൻഫെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ആ കൾച്ചറുകളിൽ ആ നടന്നുകൊണ്ടിരിക്കുന്ന കൾച്ചറിൽ നിന്ന് നമ്മൾ ആ കൾച്ചറിനെ എജിറ്റേറ്റഡ് ഇൻ എ ബ്ലെൻഡർ, ഒരു ബ്ലെൻഡറിൽ വെച്ചിട്ട് ഈ കൾച്ചറിൽ നിന്ന് കുറച്ചെടുത്ത് ബ്ലെൻഡറിൽ എജിറ്റേറ്റഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലൂസൺ ദ ഫേജ് പാർട്ടിക്കിൾസ് ഫ്രം ദ ബാക്ടീരിയൽ സെൽ. ഈ ബാക്ടീരിയൽ സെല്ലുകളിൽ നിന്ന് നമ്മുടെ ഈക്കോളൈ ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഈക്കോളൈയിലുള്ള അതിൽ നിന്ന് ആ ബാക്ടീരിയ ഫേജ് അറ്റാക്ക് ചെയ്തിട്ടുള്ള ആ ഫേജ് പാർട്ടിക്കിളിനെ അതിൽ നിന്ന് ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിൽ വെച്ച് അതിനെ എജിറ്റേറ്റ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നു. സോ അതിനെ മിക്സ് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പിന്നിങ് പ്രോസസ്സ്. ഹെവിയർ പാർട്ടിക്കിൾസും ലൈറ്റർ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ മീഡിയം പാർട്ടിക്കിൾസൊക്കെ ഒരു ഡിഫറെൻറ്റ് ഡെൻസിറ്റിയിൽ വന്ന് കിടക്കുമ്പോഴാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. എത്രത്തോളം ഡെൻസിറ്റി ഉണ്ട് അതിനനുസരിച്ച് ആ ബാക്ടീരിയൽ സെല്ലിൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ കൾച്ചറിൽ നിന്ന് നമ്മൾ അതിനെ എടുത്ത് എജിറ്റേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ ആ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഹെവി ആൻഡ് ലൈറ്റ് പാർട്ടിക്കിൾസ് കിട്ടുന്നു. ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പെല്ലറ്റ് ആയിരിക്കും, താഴെ കിടക്കുന്നതായിരിക്കും ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, പെല്ലറ്റ് ഫോമിൽ കിടക്കുന്നതായിരിക്കും ഹെവിയർ പാർട്ടിക്കിൾസ്. അതിലായിരിക്കും DNA ഉണ്ടാവുക. സോ ആ കിട്ടിയ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് ബ്ലെൻഡറിലിട്ട് എജിറ്റേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആ താഴത്തെ പാർട്ടിക്കിൾസ് ആയിരിക്കും ഹെവിയർ, കട്ടി കൂടുതലുള്ള പാർട്ടിക്കിൾസ്. അതിലായിരിക്കും DNA ഉണ്ടാവുക. ലൈറ്റർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഹെവിയർ പാർട്ടിക്കിൾസ് ആയ പെല്ലറ്റിൻ്റെ മേലെ കിടക്കുന്ന സൊല്യൂഷൻ പോലത്തെ സംഭവങ്ങളായിരിക്കും. അത് സൂപ്പർ നേറ്റൻ്റ് എന്ന് നമ്മൾ പറയുന്നു. സോ ലൈറ്റ് പാർട്ടിക്കിൾസ് സൂപ്പർ നേറ്റൻറ്റിലും ഹെവിയർ പാർട്ടിക്കിൾസ് പെല്ലറ്റ് ഫോമിലും കിട്ടും. പെല്ലറ്റിൽ DNA ആയിരിക്കും ഉണ്ടാവുക. സൂപ്പർ നേറ്റൻറ്റിൽ കാണുന്നത് മേലെ ക്ലിയർ ആയിട്ടുള്ള ഭാഗത്ത് കാണുന്നത് ഫേജ് പാർട്ടിക്കിൾസ്, ലൈറ്റ് ഫോമിലുള്ള ഫേജ് പാർട്ടിക്കിൾസ് ആണ് കാണുക. മെയിനായിട്ട് അവരുടെ
പ്രോട്ടീൻ ഷീത്ത്, ഫേജ് പാർട്ടിക്കിൾസുള്ള പ്രോട്ടീൻ ഷീത്ത് ആയിരിക്കും മേലെ സൂപ്പർനേറ്റൻറ്റിൽ കാണുക. താഴെ ആയിരിക്കും ആ ബാക്ടീരിയൽ സെല്ല് കാണുന്നത്, താഴെയായിരിക്കും. അവിടെയാണ് നമുക്ക് ഈ DNA കാണുക. സോ സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജും റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനുള്ള ബാക്ടീരിയോഫേജും ഈ കൊളൈനെ ലാൻഡ് ചെയ്ത് പിന്നീട് പെനിട്രേഷൻ ചെയ്ത് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് നമ്മൾ കൾച്ചർ എടുത്ത് എജിറ്റേറ്ററിലിട്ട് ബ്ലെൻഡറിലിട്ട് സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ കൊടുത്തത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞാൽ ഈ കൾച്ചറിൽ നിന്ന് നമ്മൾ വൈറസ് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വൈറസ് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് ആ കൾച്ചറിലെ ബാക്ടീരിയയിൽ നിന്ന് വൈറസ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറസ് പാർട്ടിക്കിളിനെയും ബാക്ടീരിയനെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ഡെൻസിറ്റി, ഹെവി ആൻഡ് ലൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഈ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ആ ബാക്ടീരിയോഫേജ്, റേഡിയോ ആക്റ്റീവ് DNA എബിലിറ്റി ഉള്ള ആ ഫോസ്ഫറസ് 32 എബിലിറ്റി ഉള്ള ബാക്ടീരിയോഫേജ് ഈ കൊളയിൽ നമ്മൾ വളർത്തി ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ, ഈ പറഞ്ഞ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. അവർക്ക് കിട്ടിയ ആ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടിൽ റേഡിയോ ആക്ടിവിറ്റി നമുക്ക് ബാക്ടീരിയൽ സെല്ലിൽ കാണാൻ പറ്റി. സോ ആ കിട്ടിയ പെല്ലറ്റും സൂപ്പർനേറ്റൻറ്റിലും, താഴെ നമ്മൾ പറഞ്ഞു പെല്ലറ്റാണ്, മേലെ നമ്മൾ പറഞ്ഞു സൂപ്പർനേറ്റൻ്റാണ്. താഴെയുള്ള പെല്ലറ്റിലാണ് DNA കാണുക, മേലെയുള്ള സൂപ്പർനേറ്റൻറ്റിൽ ലൈറ്റ് ഫേജ് പാർട്ടിക്കിൾസും അതിൻ്റെ പ്രോട്ടീൻ ഷീത്തുകളാണ് ഉണ്ടാവുക. സോ ഈ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് ഈ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ഇത് ഈ കൊളൈനെ ഇൻഫെക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. റേഡിയോ ആക്ടിവിറ്റി ബാക്ടീരിയൽ സെല്ലുകളിലൊക്കെ, സോ ആ കിട്ടിയ ബാക്ടീരിയൽ സെല്ലുകൾ, അതായത് നമ്മുടെ ആ പെല്ലറ്റിലൊക്കെ എന്തുണ്ടായിരുന്നു, റേഡിയോ ആക്ടിവിറ്റി. സോ പെല്ലറ്റിലുള്ള ആ ബാക്ടീരിയൽ സെല്ലിലൊക്കെ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതായത് റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയൽ സെല്ലുകളായി അത് മാറി എന്നർത്ഥം. സോ റേഡിയോ ആക്ടിവിറ്റി ഇൻ ബാക്ടീരിയൽ സെൽ, നമ്മുടെ പെല്ലറ്റിൽ. അതിൻ്റെ അർത്ഥം നമ്മുടെ ബാക്ടീരിയോഫേജിൽ ഉണ്ടായിരുന്ന ആ റേഡിയോ ആക്ടിവിറ്റി എന്ത് ചെയ്തു, ആ റേഡിയോ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയത്. സോ ബാക്ടീരിയോഫേജിലുള്ള ആ റേഡിയോ ആക്ടിവിറ്റി ബാക്ടീരിയൽ സെല്ലിൽ കിട്ടണമെങ്കിൽ എന്തായിരിക്കും പാസ് ചെയ്ത് പോയിട്ടുണ്ടാവുക, ബിക്കോസ് റേഡിയോ ആക്റ്റീവ് DNA ആയിരുന്നു. അതുകൊണ്ട് ബാക്ടീരിയോഫേജിലുള്ള DNA പാസ്ഡ് ഫ്രം ബാക്ടീരിയോഫേജ് ടു ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയോഫേജിലുള്ള ആ റേഡിയോ ആക്റ്റീവ് DNA ആണ് നമ്മുടെ ബാക്ടീരിയൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ആയത്, അല്ലെങ്കിൽ പാസ് ചെയ്ത് വന്നത്. ബിക്കോസ് DNAക്ക് മാത്രമേ ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ക്യാരക്ടർ, ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്യാരക്ടറാണോ അത് ആ ട്രീറ്റിനെ പാസ് ചെയ്ത് അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് ഏതിലാണ്, ബാക്ടീരിയോഫേജിലാണ്. ആ ബാക്ടീരിയോഫേജിലുള്ള റേഡിയോ ആക്റ്റീവ് DNA ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ ബാക്ടീരിയൽ സെല്ലിന് പാസ് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മുടെ സൂപ്പർനേറ്റൻ്റ്, മേലെയുള്ള ലൈറ്റ് പ്രോട്ടീൻ ഷീത്തുള്ള സൂപ്പർനേറ്റൻറ്റിൽ ഒരു റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റിയില്ല. സോ റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജ് ഈ കൊളൈനെ ഇൻഫെക്റ്റ് ചെയ്തപ്പോൾ അതിൽ കിട്ടിയ സെൻട്രിഫ്യൂഗേഷൻ റിസൾട്ടിൽ നമ്മുടെ ബാക്ടീരിയൽ സെല്ലിനൊക്കെ റേഡിയോ ആക്ടിവിറ്റി കിട്ടി. അതായത് DNA റേഡിയോ ആക്ടിവിറ്റി, ബാക്ടീരിയൽ സെല്ലിലുള്ള DNAയിലേക്കൊക്കെ എന്തുണ്ടായിരുന്നു, റേഡിയോ ആക്ടിവിറ്റി കിട്ടി. അതേസമയം സൂപ്പർനേറ്റൻറ്റിലൊന്നും റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. നമ്മുടെ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ വെച്ചിട്ടുള്ള ബാക്ടീരിയോഫേജും ഇതേപോലെ ഈ കൊളൈനെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതും സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്, നോ റേഡിയോ ആക്ടിവിറ്റി ഇൻ ബാക്ടീരിയൽ സെൽ. ഒട്ടും തന്നെ ആ പെല്ലറ്റിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. പക്ഷേ റേഡിയോ ആക്ടിവിറ്റി ഇൻ സൂപ്പർനേറ്റൻ, മേലെയുള്ള ആ ലൈറ്റ് ഫേജ് പാർട്ടിക്കിൾസിൽ റേഡിയോ ആക്ടിവിറ്റി, ആ പ്രോട്ടീൻ ഷീത്തുകളിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടി. പക്ഷേ ഈ റേഡിയോ ആക്ടിവിറ്റി ബാക്ടീരിയൽ സെല്ലിനൊന്നും റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻ്റർ ദ ബാക്ടീരിയൽ സെൽ. സോ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരുന്നാൽ മാത്രമേ അതിനൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി എന്തിനാണുള്ളത്, പ്രോട്ടീനാണ് ഉണ്ടായിരുന്നത്. സോ ഈ ബാക്ടീരിയോഫേജിൽ റേഡിയോ ആക്ടിവിറ്റി പ്രോട്ടീനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രോട്ടീന് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം പ്രോട്ടീനിന് ഈ പറഞ്ഞ ജനറ്റിക് ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്ത് ബാക്ടീരിയൽ സെല്ലിന് കൊടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബാക്ടീരിയൽ സെല്ലുകളിൽ ഒന്നും തന്നെ റേഡിയോ ആക്ടിവിറ്റി കിട്ടാതിരുന്നത്. സോ റേഡിയോ ആക്ടിവിറ്റി എവിടെ മാത്രമേ ഉണ്ടായുള്ളൂ, സൂപ്പർനേറ്റൻറ്റിൽ. ഇൻ കേസ് പ്രോട്ടീൻ ഒരു
എന്താ പറയുക ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടുമായിരുന്നു. പക്ഷേ പ്രോട്ടീന് ഇതുപോലെ ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള കഴിവില്ല. പ്രോട്ടീൻ ഒരിക്കലും എന്താ ഈ ബാക്ടീരിയൽ സെല്ലിൽ എൻ്റർ ചെയ്യാത്തതിന് കാരണം പ്രോട്ടീൻ ഒരിക്കലും ജനറ്റിക് ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതല്ല. സോ ഇവിടെ ഒന്നുകൂടി തെളിയാണ് ഈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തോ ഫീച്ചറാണോ ഉള്ള മെറ്റീരിയൽ അത് വേറൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. സോ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി DNA ഉള്ളത് കൊണ്ട് അത് ബാക്ടീരിയൽ സെല്ലിന് കിട്ടുകയും ഇവിടെ റേഡിയോ ആക്ടിവിറ്റി പ്രോട്ടീൻ ആയതുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റി ബാക്ടീരിയൽ സെല്ലിന് കിട്ടുകയും ചെയ്തില്ല. അത് ആകെ ആ സൂപ്പർനേറ്റൻറ്റിൽ മാത്രമേ വന്നുള്ളൂ. സോ പ്രോട്ടീനിന് ഇതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഇവിടെ ഒരു കാര്യം ക്ലിയറായി, റേഡിയോ ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചറുള്ള ഒരു ട്രേറ്റ് ഉള്ള സാധനം, ഒരു എബിലിറ്റി ഒരു ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. സോ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് DNA തന്നെയാണെന്ന് ഇവിടെ ഒരിക്കലും ഡൗട്ടില്ലാതെ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്. സോ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ പറഞ്ഞ ബാക്ടീരിയോഫേജാണ് ഇത് രണ്ടും. ഈ ബാക്ടീരിയോഫേജിൽ ഒന്ന് സൾഫർ 35 ലേബിൾഡ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള സൾഫർ 35 ലേബിൾഡായുള്ള പ്രോട്ടീൻ ക്യാപ്സ്യൂൾ ഉള്ളത്. നമ്മൾ പറഞ്ഞ സൾഫർ എന്നത് പ്രോട്ടീനാണ്. റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉള്ള ബാക്ടീരിയോഫേജ്, റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജ്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 ഉള്ള ലേബിൾഡ് DNA ഉള്ള റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജ്, റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ക്യാപ്സ്യൂളുള്ള ബാക്ടീരിയോഫേജ്. ഇത് രണ്ടിനെയും നമ്മൾ ഇക്കോളൈ സെൽ, ഇതാണ് ഇക്കോളൈ സെൽ, ഇക്കോളൈ ബാക്ടീരിയയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. സോ ബാക്ടീരിയോഫേജ് അതിനെ ലാൻഡ് ചെയ്യുന്നു, പിൻ ചെയ്യുന്നു. അത് ഞാൻ അതിൻ്റെ ടെയിൽ പെനിട്രേറ്റ് ചെയ്ത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണു. സോ ജനറ്റിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ജനറ്റിക് മെറ്റീരിയൽ വൈറൽ പാർട്ടിക്കിൾസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇക്കോളൈ സെല്ലിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫെക്ഷനാണ് ഇവിടെ കാണിച്ചത്, ഇൻഫെക്ഷൻ. രണ്ടാമത്തത് ബ്ലെൻഡിങ് ആണ്. അത് ബ്ലെൻഡ് ചെയ്യുന്നു. അത് വെജിറ്റേറ്റീവ് വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ റേഡിയോ ആക്റ്റീവ് DNA ഉള്ളതും അറ്റാച്ച് ചെയ്യുന്നു, ലാൻഡ് ചെയ്യുന്നു, പിൻ ചെയ്യുന്നു, ജനറ്റിക് മെറ്റീരിയൽ ഇൻഫെക്റ്റഡ് ആവുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സൾഫർ 35 റേഡിയോ ആക്റ്റീവ് സൾഫർ 35 ഉള്ള ബാക്ടീരിയോഫേജ് ആണെങ്കിൽ അതിൽ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ്, നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ബാക്ടീരിയൽ സെൽ. ഈ ബാക്ടീരിയൽ സെല്ലുകളിൽ ഒന്നും തന്നെ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടില്ല? റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. അതേസമയം റേഡിയോ ആക്ടിവിറ്റി സൂപ്പർനേറ്റിൽ ഫേജ് പാർട്ടിക്കിളിൻ്റെ ആ പ്രോട്ടീൻ ഷീറ്റിൽ മാത്രം റേഡിയോ ആക്ടിവിറ്റി ഉള്ളൂ. പക്ഷേ ബാക്ടീരിയൽ സെല്ലിലൊന്നും തന്നെ റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. ഇവിടെയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് DNA ഉള്ളതിൽ നമുക്ക് ബാക്ടീരിയൽ സെല്ലിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 റേഡിയോ ആക്ടിവിറ്റി ബാക്ടീരിയൽ സെല്ലിൽ കണ്ടു. അതുപോലെ റേഡിയോ ആക്ടിവിറ്റി സൂപ്പർനേറ്റൻറ്റിൽ കണ്ടില്ല. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആ DNA മാത്രമേ നമ്മുടെ ബാക്ടീരിയൽ സെല്ല് ഫേജ് പാർട്ടിക്കിളിൽ നിന്ന് ഈ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻഫെക്റ്റഡായി ബ്ലെൻഡ് ചെയ്ത് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ ആ റേഡിയോ ആക്ടിവിറ്റി ഫേജിൽ നിന്ന് ബാക്ടീരിയൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ആയുള്ളൂ. ബിക്കോസ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും എബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. DNA ആയതുകൊണ്ട് മാത്രമാണ് റേഡിയോ ആക്ടിവിറ്റി DNA ആയതുകൊണ്ട് മാത്രമാണ് ഈ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയത്. അതേസമയം ഇവിടെ പ്രോട്ടീനിലാണ് റേഡിയോ ആക്ടിവിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ സെല്ലിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. കാരണം പ്രോട്ടീനിന് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരിക്കലും ഒരു ഡൗട്ടില്ലാതെ എല്ലാവർക്കും അത് കൺവിൻസ്ഡ് ആവണ ലെവലിൽ ഹെർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻറ്റ് വന്നു. DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ, DNAക്ക് തന്നെയാണ് ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേറ്റ് ഒരു ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്ലിയർ ആയിട്ട് മനസ്സിലായി DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്.